ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് കാര്യം എന്നുള്ളത് അല്ലേ. ഞാനൊരു കേക്ക് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മളിവിടെ പൂക്കോട്ടുംപാട് തന്നെയുള്ള ഒരു കേക്ക് ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ അവർ കേക്കൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതുകയാണ് കേട്ടോ അവർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കിച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു കുഞ്ഞ് ആഘോഷം കേട്ടോ. ആഘോഷം എന്ന് പറയാനൊന്നും പറ്റില്ല, ജസ്റ്റ് നമ്മളൊന്ന് കേക്കൊക്കെ ഒന്ന് വാങ്ങി കട്ട് ചെയ്യണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ പരിപാടികൾ കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല. അങ്ങനെ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കനൊക്കെ വാങ്ങി കേട്ടോ. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യും, കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി എന്താ, കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലേ, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചിക്കൻ കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറി ഇതവിടെ ഇങ്ങനെ ആയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചങ്ങനെ. ഞങ്ങളുടെ വീഡിയോസിൽ എപ്പോഴും കാക്കേൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ പ്രകൃതിയോട് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ നിങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണ്. ഓ അതെ അതെ, കണ്ടല്ലോ ഗൈസ് നമ്മുടെ കൃതി. കാക്കകളെല്ലാം അവരവരുടെ കൂട്ടിൽ കയറാനായി. കണ്ടോ, കാക്കകളൊരു സമയം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറും, പുറത്തിറങ്ങില്ല. പക്ഷെ മനുഷ്യന്മാരാണ് ഒരു സമയം കഴിഞ്ഞാലും അറിയില്ല. കൈസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ വരും, ഇവിടുന്ന് ഇങ്ങനെ വരും, അങ്ങനെ അങ്ങനെ ഉണ്ടോ കുറേ ഉണ്ട് ബസ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മന്തി റൈസ് അങ്ങനെ വാങ്ങുകയാണ് ചെയ്തത്. മന്തി റൈസ് വാങ്ങി അതിൻ്റെ മയോണൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി ചിക്കൻ നമുക്കിവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോള് എന്താ പറയുക, ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമുക്കങ്ങനെ ആരും വരാനും വെയിറ്റ് ചെയ്യണമൊന്നുമില്ല കേട്ടോ, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കട്ട് ചെയ്യല്ലമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കിച്ചണിൽ നിന്ന് വരട്ടെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ വീഡിയോ എടുക്കുകയും ചെയ്യാം, അവിടെ കൂടെ തന്നെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനാണ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണത്. അമ്മേൻ്റെ അടുക്കളയിൽ പണി കഴിഞ്ഞു വന്നിട്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം വരാം, ഈ എല്ലാം മേശപ്പുറത്ത് എടുത്ത് വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതുകൊണ്ട് നിലവിളക്ക് ഇനി കത്തിക്കണില്ല, നിലവിളക്ക് അവിടെ തന്നെ കത്തിയിരിക്കണുണ്ട് കേട്ടോ. അണയാതിരിക്കേണ്ടത് ഞങ്ങളൊരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേറെ ഇനിയിപ്പോൾ നിലവിളക്ക് കത്തിക്കണ്ട, നമ്മളിപ്പോൾ കത്തിച്ചതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ, കിച്ചുമോളെ എന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ. അപ്പോൾ ഒരുപാട് പേര് വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞമ്മ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടോ അവളിനോട്. അപ്പോൾ കിച്ചുമോള് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവളെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തിട്ടുള്ള എല്ലാവരോടും. അതുപോലെ തന്നെ വാട്സപ്പിലും കുറേ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ, നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും അല്ല. പിന്നെ ഇന്ന് അവളെ ഡേറ്റാണ് കേട്ടോ. അവൾ 2012 2012 ജനുവരി 17 കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം റെഡിയാക്കി വെച്ചു. മന്തി ഒരു കവറിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാസർഗോഡേക്ക് എടുത്തിട്ട് അത് 100 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള റൈസാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇവിടെ റെയ്താണെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയാൽ ഞങ്ങൾ അധികം റൈസ് വാങ്ങിക്കലുണ്ട്. ചിക്കൻ എന്നിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് അവർക്ക് ഫ്രൈ ചെയ്തു, ബാക്കി കുറച്ച് കറിയും വെച്ചിട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മയോണൈസൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, കഴിക്കുന്ന സമയത്ത് എടുത്തേക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്.
കേക്കൊക്കെ കട്ട് ചെയ്തു, ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ ചെറിയൊരു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കിച്ചുമോൾക്ക് വാച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ ഒരു വാച്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു കുഞ്ഞ് സെലിബ്രേഷൻ കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ 2-3 കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തത്തയ്ക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കമ്മൽ ഒരാൾക്ക് മാത്രമായിട്ട് വാങ്ങിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കമ്മൽ 2 വാങ്ങിച്ചു, വാച്ച് ഒരാൾക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ തത്തയ്ക്ക് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമാണ്, ചെറിയ സ്റ്റഡൊക്കെ വരുന്നത്. അപ്പോൾ കിച്ചുമോൾക്കും അതുപോലത്തെ കുഞ്ഞ് തന്നെ വാങ്ങിച്ചത്, സ്റ്റോൺ വരുന്നത് അതുപോലത്തെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വലിയതായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതും ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും ഒരു സമയത്ത്. എന്താ പറയുക, ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും വാങ്ങിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മക്കളുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം ആവണമല്ലോ. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി ഫുഡൊക്കെ റെഡിയാക്കി ഒരു ചെറിയ ഗിഫ്റ്റും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ താഴെ തന്നെ ഇരിക്കാണ്ട്, മേശപ്പുറത്തൊന്നുമല്ല, താഴെ ഞാൻ എല്ലാ പാത്രത്തോടെ കൊണ്ടുവന്ന് വെച്ചു. ചിക്കൻ കറി ഫ്രൈ ചെയ്തതും റൈസും എല്ലാം പാത്രക്കൂടെ നിരത്തി വെച്ചു. ഇനി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ആദ്യം വിചാരിച്ചിരുന്നു വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ അമ്മയും അപ്പുറത്തെ നീലിയമ്മയൊക്കെ വന്നിരുന്ന് സീരിയലിൻ്റെ ആൾക്കാരാണ്. അത് വൈകുന്നേരം 6:30 കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആ സീരിയൽ അവിടെ തുറന്ന് വെച്ചാൽ ഒരു 10-10:30 വരെ സീരിയലിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ എന്ത് കേക്ക് മുറിക്കണമെന്നും അവരൊന്നും വലിയ ശ്രദ്ധിക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കേക്ക് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മന്തി റൈസും പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ കേക്കൊക്കെ പാത്രത്തിലാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചുമോളും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സമയം 7:45 കേട്ടോ. ഇല്ല പോയിക്കോ അവിടെ വരെ ഉണ്ടല്ലോ, പോയിക്കോ. വേഗം മുന്നിക്കാം. ഞങ്ങൾ പോവുകയാണ്. കാണണം സർപ്രൈസ് ആകും. ചേച്ചി ഓളില്ല, എപ്പോഴും അങ്ങനെയാണല്ലോ ചേച്ചി. മാറ്റാൻ പറ്റുമോ? ടൈമാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോയി വന്നു കേട്ടോ. അങ്ങനെ വലിയ ഞാൻ പറഞ്ഞില്ല, വലിയ ആഘോഷമൊന്നുമല്ല, കുഞ്ഞ് ആഘോഷം. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഒരു പങ്ക് അമ്മയ്ക്കും കൊണ്ടു കൊടുത്ത് ഞങ്ങൾ പോന്നു. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുത്തിട്ടാണ് ടീഷർട്ടതും നൈറ്റ് ഇട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ തന്നെ വേണ്ട മാറ്റാമെന്നത്. അപ്പോൾ വന്ന് കിച്ചുമോൾ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, രാത്രി വൃത്തിയാക്കാനുള്ളൊരു ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാണ്. ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളവിടെ അടുക്കളയിലുണ്ട് കേട്ടോ, കഴുകിയിട്ടില്ല. കാരണം അത് കഴുകലും കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് അമ്മേൻ്റെ അടുത്ത് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നേരം വൈകും. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം പോവുകയാണ് ചെയ്തത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞ് ബർത്ത്ഡേ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.